ശ്രീകുട്ട ടെമ്പിൾ എന്ന് പറഞ്ഞ ടെമ്പിളിൻ്റെ മെയിൻ വശമാണ്. പഴയകാല ചരിത്ര സ്മാരകങ്ങൾ എന്നല്ലാതെ മറ്റ് ലക്ഷ്യങ്ങളൊന്നുമില്ല അതിൻ്റെ പിന്നിൽ. ഇപ്പോൾ ഇതെല്ലാം പ്രവർത്തനരഹിതമായിട്ട് കിടക്കുകയാണ്. പഴയ കാലത്ത്, അന്നത്തെ കാലത്ത് ഏകദേശം ഒരു 600 കൊല്ലം മുമ്പ് ഒക്കെ ഇത് പ്രവർത്തനമായിരുന്നു. ഈ അമ്പലമായിട്ടും ആയിട്ടൊക്കെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളാണ്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തൊട്ടടുത്ത് ഇതേമാതിരി നിർമ്മിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ കാഴ്ചയിൽ ഒരെണ്ണം തന്നെ നിർമ്മിക്കണമെങ്കിൽ എത്രയോ നാളുകളും ദിവസങ്ങളും വർഷങ്ങളും വേണ്ടി വരും. കാരണം ആ തരത്തിലുള്ള പണികളാണ്. തന്നെയുമല്ല, ഇത് നമ്മുടെ പടി, നമ്മുടെ സിറ്റ് ഔട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ കോലായിലൊക്കെ ഇരിക്കുന്ന അതേ പടി പോലും കല്ലുകൊണ്ട് ചെത്തിയിട്ട് നിർമ്മിച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ ഇതിനകത്ത് വലിയ കല്ല് വെച്ചിട്ടുണ്ട്. ആ കല്ല് കൊണ്ട് പാത്തി എന്ന് പറയുന്ന, അതായത് പഴയ കാലത്ത് ഒരു മൂത്രപ്പാത്തി എന്ന് പറയുന്ന ഒരു കല്ലിൽ കൊത്തി വെച്ചിട്ട് പുറത്തേക്ക് ഇട്ടിട്ട് ചാരായിട്ട് ഒഴുകി വരുന്ന ഒരു സംഭവമുണ്ട്. അങ്ങനത്തെ ഒരു സംഭവം ഇവിടെയൊക്കെ കാണുന്നുണ്ട്. ആ കാലത്ത് ഉപയോഗിച്ചിരുന്നായിരിക്കണം ഒരു പക്ഷേ. അത് നമുക്കിവിടെ കാണാൻ സാധിച്ചു. അതും വലിയ കല്ലാണ്, വളരെ നീളത്തിൽ, ഏകദേശം 1.5 മീറ്റർ 2 മീറ്ററൊക്കെ നീളത്തിൽ പുറത്തേക്ക് തള്ളിയിട്ട് നടുവിൽ ചാലും ഒരു തലക്ക റൗണ്ടിൽ കൊത്തി മിനുക്കിയെടുത്തത്. അല്ലെങ്കിൽ ഒന്നുകിൽ കുളിക്കുന്ന വെള്ളം താഴെ പോകാൻ, അല്ലെങ്കിൽ മൂത്രം ഒഴിച്ചിട്ട് അത് താഴെ പോകാൻ, അങ്ങനെയൊക്കെയുള്ള സംവിധാനം നമ്മൾ കാണുന്നത്. ഇതിൻ്റെ ചരിത്ര സ്മാരകം തന്നെ ഈ പരിസരത്തൊന്നും ആരുമില്ല ഇതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട്. ഒരു ഗൈഡോ അല്ലെങ്കിൽ ആരും അങ്ങനെ ഇല്ല. പിന്നെ നമ്മൾ വെളിയിൽ നിന്നൊക്കെ ഗൈഡിനെ വിളിച്ചുകൊണ്ട് വരണം. അതൊക്കെ സത്യമാവണം എന്നല്ല അവർ പറയുന്നത്. അവരൊക്കെ ഒരു ഇതിനകത്തും അതുപോലെ തന്നെയാണ്, പഴയ കാലത്ത് ഉള്ള നിർമ്മിതിയാണ്. ഇതോ ഡോറ് പിൻകാലത്ത് വെച്ചതാണ്, മരത്തിൻ്റെ ഡോറ് എന്ന് നമുക്ക് കാണും. മനസ്സിലാകും. മേലെ ഭാഗം കാണണ്ടോ, കല്ലാണ്. താഴെ ഭാഗം കല്ല് പതിച്ചതാണ്. ഇവിടെ വെളിച്ചം വരാനും കാറ്റ് വരാനും ഒരു ചെറിയ ഇടനാഴിക എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെയൊക്കെ അതേപോലെ തന്നെയാണ്. ഇതിനകത്ത് പോലും ശില്പി നിർമ്മിച്ചിട്ടുണ്ട്. ഈ കരിങ്കല്ലിലൊക്കെ എങ്ങനെ നിർമ്മിക്കാമെന്നുള്ളത് പറയാൻ കഴിയില്ല. ഇത്രക്കും ഭംഗിയാണ്. നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് ഈ കൊത്തുപണികളാണ്. പഴയകാല ഡോറാണ് തോന്നുന്നുണ്ട്. ഇതിൻ്റെ ലാസ്റ്റ് ഭാഗമാണ് ഇത്. അവിടെയും വലിയ വലിയ പാറക്കല്ലുകൾ ഇരിക്കുന്നുണ്ട്. ഇത് വാഴകൃഷി നട്ടതാണ് ഇവിടെ. ഇതിൻ്റെ എൻഡാണ്. പണ്ടത്തെ കാലത്ത് ഒരു പുരാവസ്തു, ഒരു ലോകമാണ് ഇത്. അന്നത്തെ കാലത്ത് എന്ന് നമുക്ക് ഇവിടെ കണ്ടാൽ മനസ്സിലാവും. നമ്മൾ കാണാത്തതുണ്ട് ഇവിടെ. അതും കൂടി പോയി നോക്കിയിട്ട് നമുക്ക് തിരിച്ച് പോകാം. ഈ ഭാഗത്ത് തൊട്ടടുത്തായിട്ട് ഒരുപാടെണ്ണം സ്ഥിതി ചെയ്യുന്നത്. ഒന്നിവിടെ, ഒന്ന് ഇതിൻ്റെ അടുത്ത്, അതിനോടനുബന്ധിച്ച് തൊട്ടടുത്ത് വേറെയുണ്ട്. ഇങ്ങനെ ഓരോ വശത്തേക്കും നമുക്ക് കാണുമ്പോൾ അത് കാണാൻ പറ്റുകയുള്ളൂ. അകത്തൊക്കെ നല്ല ഉഷാറായിട്ട് നിർമ്മിച്ചിട്ടുണ്ട്. നല്ല ചന്തമുണ്ട് കാണാൻ. 600 കൊല്ലം കഴിഞ്ഞെങ്കിലും കൂടിയിട്ട് ഇന്നും നല്ല വൃത്തിയിലും നല്ല വെടുപ്പിലും നമുക്ക് കാണാൻ സൂപ്പറായിട്ടുണ്ട്. പിന്നെ ചില ഭാഗത്തൊക്കെ കറുപ്പ്, അതായത് മെയിൻ്റനൻസ് ഇല്ലാത്ത അല്ലെങ്കിൽ വൃത്തിയാക്കാത്തത് കൊണ്ട് കറുപ്പ് നിറം പുറപ്പെട്ടിട്ടുണ്ട്. ബാക്കി ഭാഗങ്ങളൊക്കെ ക്ലിയറാണ്. നിഗമനം നോവലുകാരൻ നോവൽ എഴുതുന്ന ഒരു നിഗമനം പറയുന്നേ ഉള്ളൂ. അത് നമ്മൾ കേൾക്കുക എന്ന് മാത്രമല്ലാതെ അതിൻ്റെ പിന്നിൽ നമുക്ക് വിശ്വാസയോഗ്യമായിട്ട് ഒന്നും കാണുകയില്ല. ഇതിപ്പോൾ നമ്മൾ പോയിട്ട് ഒരു ചരിത്ര സംഭവങ്ങൾ പഴയ കാലത്ത് ഒരുപാട് സ്ഥലങ്ങളുണ്ട്, കുറച്ചൊന്നുമല്ല, ഒരുപാടുണ്ട്. അത് കാണാനുണ്ട്. ഏകദേശം 2 ദിവസം നമ്മളിവിടെ സ്റ്റേ അടിച്ചിട്ട് കറങ്ങി കണ്ടാലേ നമുക്കിത് കാണാൻ സാധിക്കുകയുള്ളൂ. പിന്നെ ഈ ക്ഷേത്രം കഴിഞ്ഞിട്ട് ഇതിൻ്റെ തൊട്ടടുത്ത് ഒരു 3 കിലോമീറ്റർ 2 കിലോമീറ്റർ 4 കിലോമീറ്റർ ദൂരത്തൊക്കെ പല ഘട്ടങ്ങളിലായാലും പല ഭാഗത്തായിട്ടുമുണ്ട്. അത് നമുക്ക് പോകണമെങ്കിൽ വല്ല ഓട്ടോറിക്ഷ അല്ലെങ്കിൽ സ്വന്തം വാഹനം വേണം അവിടെയൊക്കെ പോയി കറങ്ങി വരണമെങ്കിൽ. കാരണം വാഹനം വേണം. അപ്പോൾ അത്തരത്തിലുള്ള അത് ഒരു സ്ഥലം കഴിഞ്ഞാൽ പിന്നെ അടുത്ത 2 കിലോമീറ്റർ, പിന്നെ 3 കിലോമീറ്റർ, അങ്ങനെ ചുറ്റളവിലാണ് കിടക്കുന്നത്. എല്ലാ സ്ഥലത്തും ഇതുപോലെ തന്നെയാണ്. നല്ല പാറയും അതുപോലെ തന്നെ പാറയിൽ നിർമ്മിച്ച നിർമ്മിതികളാണ് നമുക്ക് കാണുന്നത്. ഇതൊക്കെ കണ്ടില്ലേ, പുരാതന കാലത്തുള്ള. ഇതിൻ്റെ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയൊരു ചന്തമുണ്ട്. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരെണ്ണം കണ്ടിട്ട് നമുക്ക് തിരിച്ചു പോരാൻ സാധിക്കുകയില്ല. കാരണം അടുത്തും കൂടി കാണണം. കാരണം ഇതിനകത്ത് ഈ പ്രദേശം എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പൺ ഏരിയയാണ്. ഓപ്പൺ ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു വൃക്ഷങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല, യാതൊരു തടസ്സമില്ല. നേരിട്ട് കാറ്റടിക്കുന്ന സ്ഥലമാണ്.
തനിമല പർവ്വതമാണ്, ഉയർച്ചയിൽ നിൽക്കുന്നൊരു സ്ഥലമാണ്, ഹൈ റേഞ്ച് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു സ്ഥലത്ത് ഓപ്പൺ ടെറസാണ്. അതായത് ഇതിനകത്തൊന്നും ഭിത്തികളില്ല, ഭിത്തികൾ അപൂർവം ചെറിയ മാത്രമേ കരിങ്കല്ലുള്ള ഭിത്തികളുള്ളൂ, ബാക്കിയെല്ലാം ഓപ്പണാണ്. തന്നെയല്ല ഇത് നമ്മൾ ഈ കുളിർക്കെ നേരിട്ട് പോയിട്ട് കാണണം. ഇവിടെ നമ്മൾ വിശദീകരിച്ചവരോ അല്ലെങ്കിൽ നമ്മളൊരു വീഡിയോയിൽ കാണേണ്ടവരോ രാവും പകലും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അതിന് ഇഷ്ടംപോലെ സഞ്ചാരികൾ വരുന്നുണ്ട്. ഇവിടെ തന്നെ മുമ്പിലുള്ള ചെറിയ അമ്പലങ്ങളും വാസ്തുശില്പങ്ങളൊക്കെയാണ്. ഈ ഒരു ഓട്ടോറിക്ഷക്കാരനെ കൂട്ടിയിട്ടാണ് ഞാൻ പോയത്. ഏതാണ്ട് കുറഞ്ഞ പൈസക്ക്, ഏതാണ്ട് അവർ 1200 ഫസ്റ്റ് പറയുന്നത്. പിന്നെ 1000 ആവും, പിന്നെ ബാർഗനിങ് ചെയ്യുമ്പോൾ 800 ആവും, പിന്നെ 600 ആവും, പിന്നെ അതിൻ്റെയും പാതിയിൽ വരും. ഒരു 300, 350, 400 കൊടുത്താലും ഇവർ കൊണ്ടുപോകും. കാരണം നല്ലപോലെ പേഷൻ ഇവർ പറയുന്ന പൈസ. കൃഷ്ണദേവരായ ഓക്കെ. इधर से 12 फुट का शिवलिंग है, 22 फुट का नरसिम्हा है उधर उधर अंडरग्राउंड ടെമ്പിൾ ഉണ്ടെന്ന് പറഞ്ഞ്. എന്ത് ശിവ ടെമ്പിൾ. അപ്പോൾ നമ്മൾ പോയി നോക്കാം. നമ്മൾ കേരളത്തിൽ നിന്ന് ഇത്രയും ദൂരെ വന്നു, ഇത്രയും പൈസ ചിലവാക്കി 2 ട്രെയിൻ കയറി വന്നു. നമുക്ക് അതിനകത്തും കൂടി ഒന്ന് പോയി നോക്കിയിട്ട് വരാം. ഇതൊക്കെ വിസിറ്റ് ചെയ്യുന്ന കേന്ദ്രങ്ങളാണ്. പഴയകാലത്ത് നടന്നിരുന്ന ഇത് ഇപ്പോൾ അതുപോലെ തന്നെ കിടപ്പാണ്. ഇതിനകത്ത് അണ്ടർഗ്രൗണ്ട് വെള്ളമുണ്ട്. ഇവിടെ അണ്ടർഗ്രൗണ്ട് ടെമ്പിൾ എന്ന് അതിന് പേര് കൊടുത്തിട്ടുള്ളത്. പോയി നോക്കാം. അണ്ടർഗ്രൗണ്ട് ടെമ്പിൾ എന്ന് പറയുന്ന ടെമ്പിളാണ്. ഇതിനകത്തും വെള്ളമാണ്, അടിയിലൊക്കെ വെള്ളമാണ്. ഇതിൻ്റെ ഉപയോഗം ഇപ്പോൾ ഇല്ല, ഉപയോഗം നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു വിസിറ്റിംഗ് പ്ലേസ് ആയിട്ട് കിടപ്പാണ്. ഇവിടെ വെള്ളമാണ്, അഴുക്ക് വെള്ളം, നല്ല വെള്ളം. ഇത് അടിനകത്തും കല്ല് തന്നെയാണ്, പക്ഷേ അഴുക്ക് വെള്ളമാണ്, നല്ല വെള്ളമല്ല. മേലൊക്കെ കല്ല് അതേപോലെ നമ്മൾ നേരത്തെ കണ്ട ശില്പങ്ങൾ കണ്ട അതേപടി തന്നെയാണ് ഇവിടെ. പ്രവർത്തനം നിന്നിട്ടുണ്ട്. ഇത് കുറേ കൂടെ കഴിയുമ്പോൾ കാലഹരണപ്പെട്ട് പോകും. കാരണം എന്താ പറയുക, ഇതിനകത്ത് നമ്മുടെ മരമത്ത് ചെയ്യുന്നില്ല, കണ്ടിട്ട് തോന്നുന്നുണ്ട്. പഴയപടി എത്ര കാലം നിലനിൽക്കും, അങ്ങനെ നിലനിൽക്കാമെന്നല്ലാതെ പിന്നെ ഇടിഞ്ഞു പൊഴിഞ്ഞ് പോകും. അങ്ങനെ ഇതിൻ്റെ നിർമ്മിതി ഇപ്പോൾ കണ്ടിട്ട് നമുക്ക് തോന്നുന്നു. ഇവിടേക്ക് വെള്ളമാണ്, വെള്ളം കയറി കിടപ്പാണ്. ഈ ഭാഗത്തൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇവിടെ സികാല കാണുന്നുണ്ട്, ഒരു പക്ഷേ മരമത്തിന് വേണ്ടി കൊണ്ടുവന്ന് വെച്ചാന്ന് അറിയില്ല. ഈ ഭാഗത്തൊക്കെ വലിയൊരു ഗ്രൗണ്ടാണ്. ऊपर लकड़ी का जल गया, फाउंडेशन बचा है, बट अच्छा बाकी गिर गया सब. बाकी गिर गया. वो उसके सामने സെക്യൂരിറ്റി ഗാർഡ് കമ്പൗണ്ട് സെക്യൂരിറ്റി ഗാർഡ് രാജാ മഹാരാജ ഉണ്ടായിരുന്ന കാലത്ത് MLA MP ഒക്കെ വരുമ്പോൾ അവർക്ക് സന്ദർശിക്കാനുള്ള കോട്ടേഴ്സാണിത്. ചില ഇത് മേൽക്കൂര വീണ് പോയി, പിന്നെ തറ മാത്രം ബാക്കിയിട്ടുള്ളൂ. മേലെ സെക്യൂരിറ്റി ഗാർഡ് താമസിക്കുന്ന അവിടെ കുന്ന് കാണാം അവിടെ. ഓക്കെ. എന്നെ കൊണ്ടുപോകുന്ന ഈ ഓട്ടോറിക്ഷക്കാരൻ വഴിയിൽ നിന്ന് ചില അവൻ അറിയാവുന്ന കഥകൾ പറഞ്ഞു തരികയാണ്. ആൾ നല്ലവനാണ്, കുഴപ്പമില്ല. കണ്ടമുണ്ടം എന്ത് ഇവനും അറിയാം. അപ്പോൾ ഇവൻ്റെ നമ്പർ ഞാൻ ഇതിൽ കൊടുക്കാം, പേരും കൊടുക്കാം. 2 ദിവസം ചുരുങ്ങിയത് വേണം. എന്നിട്ട് ഇവിടെ നമുക്ക് കറങ്ങി കാണുന്നുണ്ട്. കാരണം പഴയ കാലത്തുള്ള ചരിത്ര സംഭവങ്ങൾ ഒരുപാട് ഇവിടെ ഉണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പുൽസി റൂഫിൽ അർള് എന്ന് പറഞ്ഞത്. ഒരുപാട് ചരിത്ര സംഭവങ്ങൾ നമുക്ക് ഭൂമിയിൽ നടന്നു നോക്കിയാൽ നിരന്ന സ്ഥലം എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഒരുപാട് കാണാനുണ്ട്. ഒക്കെ കാണണ്ടാൻ പോലെ ജീവിതം ഒരിക്കലേ ഉള്ളൂ. അത് ജീവിതത്തിനകത്ത് എല്ലാം കാണുക, ആസ്വദിക്കുക. പക്ഷേ നമുക്കൊരു വിശ്വാസമുണ്ട്, ആ വിശ്വാസം നിന്ന് നമ്മൾ സംരക്ഷിക്കപ്പെടുക. अंदर जा सकते हैं. वो अंदर है ना, वो पहला कृष्ण देवरा का 2 बीबी था. 2 बीबी, और चिन्ना देवी, तिरुमला देवी. वो चिन्ना देवी डांस भरतनाट्यम करते थे, भरतनाट्यम डांस. इसलिए उसका विट्ठल मंदिर बनाया. और एक ना बीबी का एसी रूम बनाया. अच्छा, इसलिए अभी उधर से रास्ता किधर है? उधर से जाना, स्ट्रेट ऐसा जाना. देख इधर से
कमल महल, हाँ वाजपेयी टावर, गजरसैल है। हाँ। देखिए ऊपर से राजा आश्रम टेम्पल जाएंगे। ये दोनों इधर मिलेगा? तीन तीन, 1 2 3 है। अच्छा 3 है। तीन देखिए ऊपर से आ जाओ, हाँ। आश्रम टेम्पल जाएंगे। ഓക്കെ. അപ്പോൾ ഓട്ടോറിക്ഷക്കാരൻ പറഞ്ഞതനുസരിച്ച് ഒരു രാജാവിന് 2 സ്ത്രീകളുണ്ടായിരുന്നു. രണ്ടാൾക്ക് 2 കൊട്ടാരം പണിത് കൊടുത്ത്. ടിക്കറ്റ് കൗണ്ടർ അവിടെ ലോട്ടാസ് മഹലിലേക്ക് പോകാനുള്ള പോയി നോക്കാം ഉണ്ട്, കാണാം നമുക്ക്. പാറക്കല്ല് കിടപ്പുണ്ട്, കണ്ടോ? ഇതൊക്കെ പാറക്കല്ലുകൾ കിടപ്പാണ്. ഇവിടെ ഇതിനകത്ത് ഒന്ന് ടിക്കറ്റ് കൗണ്ടറാണ്, വേറെ ടോയ്ലറ്റ് ഒന്നുണ്ട്. ഒന്ന് വേറെ പോയി നോക്കാം. ഒന്ന് ക്ലോക്ക് ടവർ, ഒന്ന് അല്ല ക്ലോക്ക് റൂമും, ഒന്ന് ടിക്കറ്റ് കൗണ്ടറും, ഒന്ന് ബാത്റൂമും, ലേഡീസ് ആൻഡ് ജെൻസ് ബാത്റൂം. ഇതിനകത്തേക്ക് കയറിയിട്ടുണ്ട്. ഇവിടെ ഒരു പിന്നെ കൊട്ടാരമുണ്ട് എന്ന് പറഞ്ഞാൽ അപ്പോൾ പോയി നോക്കാം. ഇതൊക്കെ പേര് പറഞ്ഞ് നമുക്ക് ഓർമ്മയിൽ ഇരിക്കുന്നില്ല. നമുക്ക് എന്തായാലും കാണാം. ചുട്ടാറ് വെയിലാണ്, വയറ് പൊരിയുന്നുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പോയി നോക്കാം. ഇവിടെ ഒരു തറ കാണുന്നുണ്ട്, പഴയ കാലത്ത് എന്തോ പൊളിഞ്ഞു പോയതാണ് ഉള്ളത്. പിന്നെ അവിടെയും തറ കാണുന്നുണ്ട്, അതും പൊളിഞ്ഞു പോയിട്ടുണ്ട്. നമുക്കാണ് പോയി നോക്കാം. വെള്ളത്തിനകത്ത് സ്ഥിതി ചെയ്യുന്ന എന്തോ ഒരു കെട്ടിടമായിരുന്നു. ചുറ്റുഭാഗത്തും വെള്ളമാണ്. ശത്രുക്കൾ പേടിച്ചിട്ട് ഇന്നത്തെ കാലത്ത് ചെയ്തിരുന്ന ചില വിക്രയകൾ അതിൻ്റെ ഭാഗമായിട്ടാണ് തോന്നുന്നത്. ഇതൊരു AC മഹലായിരുന്നു. തണുപ്പ് കിട്ടാൻ വേണ്ടി റാണിക്ക് വേണ്ടി നിർമ്മിച്ചു കൊടുത്തതെന്ന് ഓട്ടോക്കാരൻ പറഞ്ഞു. പോയി നോക്കാം. ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇതിനകത്ത് കാണാൻ. നമുക്ക് അവിടെ ഒരു ഗോപുരം ഇതിനോടനുബന്ധിച്ച് പാറാവുകാർ നിൽക്കുന്ന സ്ഥലമായിട്ടാണ് തോന്നുന്നത്. ഇത് ഇതൊക്കെ സംരക്ഷിക്കപ്പെടാൻ കളറൊക്കെ കൊടുത്ത് പെയിൻ്റൊക്കെ കൊടുത്ത് സംരക്ഷിക്കുകയാണ്. എന്ത് ഭംഗിയുണ്ടാവും. ഇതൊരു AC മഹലായിട്ടാണ് അറിയപ്പെടുന്നത്. എന്തൊരു പ്രത്യേക മണ്ണ് കൊണ്ട് നിർമ്മിച്ചിരുന്ന തണലുണ്ടാവും. തണുപ്പ് ചൂടടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് തൻ്റെ റാണിക്ക് വേണ്ടിയിട്ട് ആ രാജാവ് നിർമ്മിച്ചു കൊടുത്താന്നാണ് പറയുന്നത്. മേളിലേക്ക് കയറി പോകുന്ന വഴിയാണിത്. മുഗൾ രാജാക്കന്മാർ ഭരിച്ചിരുന്ന കാലത്ത് വരെ ഇതിൻ്റെ ഈ ഇത് കണ്ട ചുമര് ഇത്രയും പൊക്കത്തിൽ ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയാൽ നമുക്ക് മനസ്സിലാകുന്നില്ല. ഇവിടെയൊക്കെ പൊളിഞ്ഞു പോയിട്ടുണ്ട്, എന്നാലും അത്രയും സംരക്ഷണത്തിൽ അവർ നിർമ്മിച്ചതാണ്. പഴയ കാലത്തുള്ള